നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പിന്നെ ഒന്നും നോക്കില്ലവൻ. മഴയും കൊണ്ട് എങ്ങോട്ടെന്നില്ലാതെ അവൻ രക്ഷപ്പെട്ടു കളയും. സത്യം അറിയായിരുന്നെങ്കിൽ പിന്നെ ഒരു നിമിഷം പോലും മഴയവൻ നമുക്ക് വിട്ടുതരുന്ന പ്രശ്നമേ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴും കാർത്തികിനൊന്നും അറിയില്ല. ശരി, സമ്മതിച്ചു. കാർത്തികിനിപ്പോ ഒരു വിവരം അറിയില്ലായിരിക്കാം. പക്ഷെ എത്ര നാൾ? ഒട്ടും വൈകാതെ തന്നെ അയാൾ എല്ലാ സത്യവും അറിയും. അന്ന് വിനീതട്ടം പറഞ്ഞതുപോലെ കാർത്തിക് മഴയും കൊണ്ട് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടുകയും ചെയ്യും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായ സുന്ദരി പിന്നെ ജീവിച്ചിരിക്കില്ല, എനിക്ക് ഉറപ്പാ. നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ വിനീതേ. ഇനി ഒന്നും നോക്കണ്ട, സുന്ദരിയോട് നമുക്ക് എല്ലാം തുറന്നു പറയാം. ഒറ്റയടിക്ക് എല്ലാം കൂടെ സുന്ദരി ചേച്ചിയോട് ചെന്ന് പറഞ്ഞു കൊടുത്താ വലിയ ഭൂകമ്പം ഉണ്ടാവും. പിന്നെ എന്ത് ചെയ്യും നമ്മള്? ഇനി ഈ രഹസ്യങ്ങൾ നമ്മൾ 3 പേരും തലയിൽ ചുമന്ന് നടക്കുന്നത് ശരിയല്ല. നമുക്കൊരു കാര്യം ചെയ്യാച്ചമ്മ, കാർത്തിക് ഈ നാട്ടിൽ തന്നെ ഉണ്ടെന്നും സൂക്ഷിച്ചേ മതിയാവുമെന്നും സുന്ദരിയെ ധരിപ്പിക്കാം. ഒരു ഭീഷണിയായി കാർത്തിക് അരികിലുണ്ടെന്നുള്ള ഒരു സൂചന. അവിടെ നിന്ന് പതുക്കെ പതുക്കെ നമുക്ക് കാര്യങ്ങൾ സുന്ദരിയെ ധരിപ്പിക്കാം. എന്ത്, അതുപോലെ? സത്യം പറഞ്ഞ ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല പിള്ളേരെ. എന്താന്ന് വെച്ചാ നീ തന്നെ അങ്ങ് തീരുമാനിക്കും മോനെ. ഇനി തീരുമാനിക്കാൻ ഒന്നുമില്ല, സുന്ദരി വരട്ടെ. ഞാൻ തന്നെ സുന്ദരിയോട് കാര്യങ്ങൾ പറയാം. ഒരു അപകടമായി കാർത്തിക് നമ്മുടെ അരികിൽ എവിടെയോ ഉണ്ടെന്ന്. സിവിൽ സർവീസിന്റെ ഇന്റർവ്യൂ ബോർഡിന് മുന്നിലിരിക്കുമ്പോൾ പോലും ഞാൻ ഇത്രയും വിയർത്തിട്ടില്ല. അമ്മ പറഞ്ഞ കാര്യം ഞാൻ എങ്ങനെ സുന്ദരിയോട് തുറന്നു ചോദിക്കും? ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി വിവാഹ കാര്യം പറയുന്നത് ഇത്ര പാടുള്ള കാര്യമാണെന്ന് ആദ്യമായിട്ടാണ് മനസ്സിലാവുന്നത്. ഇതെങ്ങനെ അവതരിപ്പിക്കും? ഹലോ സർ, എന്താ ഇത്ര ആലോചന? ഏയ് ഒന്നുമില്ല. എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ട്. ഒരു ജ്യൂസ് കുടിച്ചിട്ട് സംസാരിക്കാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നിട്ട് സാർ ഇങ്ങനെ തനിച്ച് ആലോചിച്ച് കൂട്ടുകയാണല്ലോ. എന്താ കാര്യം പറ. അത് പിന്നെ എന്തിനാ സർ മടിക്കുന്നേ? എന്തായാലും പറഞ്ഞൂടെ, എന്നോടല്ലേ? അതിപ്പോ ഞാൻ എന്താ പറയേണ്ടത്? അത് കൊള്ളാം. സാറിന് എന്നോട് പറയാനുള്ളത് എന്താണെന്ന് ഞാൻ സാറിന് പറഞ്ഞു തരണം. നല്ല കാര്യമായി. സാറിന് എന്നോട് എന്തോ പറയാനുണ്ട്, അത് ഉറപ്പാണ്. പറയാനുണ്ടോന്ന് ചോദിച്ചാ അതുണ്ട്. എങ്കിൽ പിന്നെ മടിക്കാതെ മനസ്സ് തുറന്നോളൂ. എനിക്ക് പറയാല്ലേ? 100% പറയാം. അത് പിന്നെ ഞാൻ കൊന്നുകളയുന്നില്ല ഞാൻ. നീ എന്താ വിചാരിച്ചേ? എന്നെ തേച്ചിട്ടങ്ങ് മുങ്ങിക്കളയാണോ? വൃത്തിയായിട്ട് പറയുന്നോ? മേലിന് നീയായിട്ട് എനിക്ക് യാതൊരു ഫ്രണ്ട്ഷിപ്പും ഇല്ല. ഇന്നത്തോടെ നിർത്തിക്കോണം. നിന്നെ അങ്ങനെ അങ്ങ് വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. കൈന്ന് വിടടാ, വിട്. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ട് പോയാ മതി. കിരൺ, ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. വെറുതെ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കരുത്. വിടെന്നെ. അങ്ങനെ അങ്ങ് വിടാൻ പറ്റുമോ നിന്നെ? അങ്ങനെ അങ്ങ് പോവാന്ന് വിചാരിച്ചോ? വിട്. നിക്കലേ ഇവിടെ. വിടെന്നെ, കൈന്ന് വിടാൻ. കൈവിടറാ. ഇല്ല, ഞാൻ വിടില്ല. കൈവിടാൻ. ആരാ ഇത്?
എന്താ പ്രശ്നം? ഇവൻ എന്റെ നല്ലൊരു ഫ്രണ്ടായിരുന്നു മാഡം. ജീവിതത്തിൽ സന്തോഷവും സങ്കടവും ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രണ്ടായിട്ട് ഞാൻ ഇവനെ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ ഇവൻ എന്നെ പ്രപ്പോസ് ചെയ്തേക്ക, ലവ് ചെയ്യണം, കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ ഇവനെ ഞാൻ അങ്ങനെ കണ്ടിട്ട് പോലുമില്ല. എല്ലാ അവളുമാരുടെ സ്വഭാവം ഇതാ, കൂടെ നടക്കും, സ്നേഹിക്കും, അവസാനം കല്യാണ കാര്യം പറയുമ്പോ അപ്പോൾ സഹോദരനാക്കും. ഒരാണിനെ പെൺകുട്ടി ഇഷ്ടപ്പെട്ടാൽ ഉടനെ അത് പ്രേമാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് എന്തിനാണ് മാഡം? ഒരിക്കൽ പോലും ഇവനോട് ഞാൻ ആ രീതിയിൽ പെരുമാറിയിട്ടില്ല. നല്ലൊരു ഫ്രണ്ട്ഷിപ്പിനപ്പുറം ഒന്നും ഞാൻ ഇവനിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇവൻ പറയട്ടെ, എപ്പോഴെങ്കിലും ഞാൻ ഇവനോട് അത്തരത്തിലൊരു ഇഷ്ടം കാണിച്ചിട്ടുണ്ടോന്ന്. എന്തോന്നാ മോനെ ഇത്? ഇതൊക്കെ മോശ സ്വഭാവമല്ലേ? നീ വിളിച്ചപ്പോ ഇവിടെ നിന്റെ കൂടെ കോഫി കുടിക്കാനും സംസാരിക്കാനൊക്കെ വന്നത് നല്ലൊരു ഫ്രണ്ടാണെന്ന് തോന്നിയിട്ടായിരിക്കും. അതിനെ എന്തിനാ മോനെ പ്രണയത്തിലേക്ക് വലിച്ചഴിച്ച് നശിപ്പിച്ച് കളയുന്നത്? വെറുതെ ആവശ്യമില്ലാതെ പെമ്പിള്ളാരുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്താൻ നോക്കരുത്. നല്ല ബന്ധങ്ങളെ പാഴാക്കി കളയാൻ നോക്കരുത്. മര്യാദയ്ക്ക് പോവാൻ നോക്ക് നീ. താങ്ക് യു മാഡം. ശരി, വേഗം വീട്ടിൽ പോവാൻ നോക്ക്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങള്. ആദ്യം ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ് കൂടെ കൂടും, കുറച്ചു കഴിയുമ്പോ നിറം മാറി പ്രണയമാണെന്ന് പറയും. എന്നിട്ടിപ്പോ ഒരു ഓമന പേരിട്ട് തീച്ചിട്ട് പോയിന്ന് പറയും. ശരിക്കും ആ പെണ്ണിന്റെ മനസ്സിൽ എന്തായിരുന്നു എന്ന് ഒരിക്കലെങ്കിലും ആൺകുട്ടികൾ അന്വേഷിച്ചിട്ടുണ്ടോ? ആദ്യം ഇവനൊക്കെ മനസ്സിലാക്കേണ്ടത് പെണ്ണിനെയാണ്. കൂടെ നിൽക്കുന്ന പെണ്ണിന്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ചിന്തകളും മനസ്സിലാക്കാൻ കഴിയണം. ശരിയല്ലേ സർ? ആ ശരിയാ. ശരി, നമ്മുടെ കോഫി തണുത്താണ്. ആ അല്ല, സാർ എന്ത് പറയാൻ തുടങ്ങായിരുന്നു? ബാക്കി പറഞ്ഞില്ല. ഏയ് ഒന്നുമില്ല. ഒന്നുമില്ലേ? ഒന്നും ഇല്ല. ആ, അച്ഛമ്മ വിളിക്കുന്നുണ്ട്, ഒന്നെടുക്കട്ടെ. ഹലോ അച്ഛമ്മ. ഹലോ സർ, ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം. റേഞ്ചില്ലെന്ന് തോന്നുന്നു. ഹലോ. ഭാഗ്യം, എന്തായാലും പറഞ്ഞില്ല. അത് നന്നായി. ആദ്യം സുന്ദരിയുടെ മനസ്സിലെന്താണെന്ന് നന്നായി മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് എന്തും പറയാവൂ. അല്ലെങ്കിൽ എനിക്കൊരു നല്ല ഫ്രണ്ടിനെ ചിലപ്പോൾ നഷ്ടപ്പെടും. ഹലോ അച്ഛമ്മ. അച്ഛമ്മ കേക്കാമോ? ഹലോ.